നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗ്രീൻ സാർ ആണ്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പ്ലസ് ടുവിലെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഫിസിക്സിന്റെ ചാപ്റ്റർ ഒന്നാണ് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇഷ്ടംപോലെ എസ്സേ, റേ ഡയഗ്രാംസ്, ഒരുപാട് പേർക്കും ടഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. റേ ഡയഗ്രാംസും ഈ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യനുകളും ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓരോ എസ്സേയും നിങ്ങൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ കമന്റ്സ് ഇടുക. ക്ലാസ് നന്നായിട്ട് മനസ്സിലായെങ്കിൽ മനസ്സിലായും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൃത്യമായിട്ട് കമന്റ് ഇട്ടേ കേട്ടോ. കാരണം റേ ഒപ്റ്റിക്സിനകത്ത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചേക്കുന്ന ഒരു എസ്സേ ആണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. ഇത് പല സ്കൂളിലും പ്രാക്ടിക്കലുള്ളതാണ്. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം നമുക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ നമുക്കത് പഠിക്കാന്നുള്ളതാണ്. അന്നേരം ഒരു പ്രിസത്തിനകത്ത് റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ ഇപ്പാടെ ഒന്ന് നിങ്ങൾക്ക് ശരിക്കും കാണുന്ന രീതിയിൽ ഒന്ന് ചെയ്യാം. നോക്കണം അല്ലേ, ഇതാണ് പ്രിസം എ ബി സി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി പ്രിൻസിപ്പൽ സെക്ഷൻ ഓഫ് ദി പ്രിസം എന്ന് പറഞ്ഞാൽ പ്രിസത്തിന്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നതാണ് എ ബി സി. അതിനകത്ത് എ ബിയും എ സിയും രണ്ട് വശങ്ങളാണ്. എ ബി ആൻഡ് എ സി ആർ ദി ഫേസസ്. FACES. എ ബിയും എ സിയും രണ്ട് ഫേസസ് ആണ്. SP is an incident ray. SP എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് റേ ആണ്. ഏത് ഫേസിലാണ് വന്ന് വീഴുന്നത്? എ ബി എന്ന് പറയുന്ന ഫേസിൽ വന്ന് വീണു. SP എന്ന് പറയുന്ന റേ ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞാൽ വന്ന് വീഴുന്ന റേ എ ബി എന്ന് പറയുന്ന ഫേസിൽ വന്ന് വീണു. അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1 ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1. ഒന്നുകൂടെ പറയാം. ABC is the principal section of the prism with faces AB and AC and BC is the base. Base എന്ന് പറയുന്നത് BC ആണ്. SP is an incident ray. Incident at the face. ഏത് ഫേസ് വന്ന് വീണു? AB at an angle of incidence I1 and angle of refraction R1. Then according to Snell's law. Snell's law എന്ന് പറഞ്ഞാൽ എന്തുവാണ്? N is equal to sin I by sin R. ഇതാണ് Snell's law. അങ്ങനെയാണെങ്കിൽ Snell's law വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. N is equal to sin I1 by sin R1. ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ ആയോ? പടം നല്ലപോലെ വരയ്ക്കണം. പടത്തിന് മാർക്കുള്ളതാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഒന്നുകൂടെ ഞാൻ ഡയഗ്രം ഇതാക്കാം. ഇത് കഴിഞ്ഞു. ഇനി അടുത്ത് PQ is another ray. PQ എന്ന് പറയുന്നത് മറ്റൊരു റേ ആണ്. ഇൻസിഡന്റ് അറ്റ് ദി ഫേസ്. ഏത് ഫേസിൽ ഇൻസിഡന്റ് ചെയ്ത്? AC. അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് R2. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ I2. PQ എന്ന് പറയുന്ന മറ്റൊരു റേ AC എന്ന് പറയുന്ന ഫേസിൽ വന്ന് ഇടിച്ചു. അന്നേരം അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് R2 ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I2. പക്ഷേ നമ്മൾ Snell's law വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതത്തുള്ളൂ. N is equal to sin I2 by sin R2. അല്ലെങ്കിൽ നമുക്ക് 1/n എന്നൊക്കെ പറഞ്ഞ് എഴുതാം. തിരിച്ചെഴുതി വരുമ്പോഴും ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. N is equal to sin I2 by sin R2. ഇക്വേഷൻ നമ്പർ 2. സിമ്പിൾ അല്ലേ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കും. അടുത്ത ഫ്രം ദി ക്വാഡ്രിലാറ്ററൽ APNQ ആണ്ടെ APNQ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വരച്ച് കാണിക്കാം. APNQ ഉണ്ടോ? APNQ ഇത് ഞാൻ ഒന്ന് വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. APNQനകത്ത് നിങ്ങൾ കാണുന്ന ഒരു പ്രത്യേകത നോക്കി. ഒരു ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്താണ്? ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഇപ്പം AN ഓപ്പോസിറ്റ് ആംഗിൾസ് എടുത്ത് ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം. ആംഗിൾ A പ്ലസ് ആംഗിൾ N ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാ? 180. അതിന്റെ ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. ആംഗിൾ A പ്ലസ് ആംഗിൾ N ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇക്വേഷൻ നമ്പർ 3. അടുത്ത് ഫ്രം ട്രയാംഗിൾ PNQ അത് ഞാൻ വരയ്ക്കാം. PNQ ഇടയിലുള്ള ആംഗിൾ R1 ഉം R2. ട്രയാംഗിളിന്റെ പ്രത്യേകത എന്തുവാ? 3 ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി. 3 ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി. 3 ആംഗിൾസിന്റെ സം എന്ന് പറയുമ്പോൾ R1 R2 ഇത് ആംഗിൾ N ആയിട്ട് എടുക്കണം. R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതിൽ നിന്ന് ആംഗിൾ N ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 180 മൈനസ് R1 പ്ലസ് R2 ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. 180 മൈനസ് R1 പ്ലസ് R2 ഇക്വേഷൻ നമ്പർ 4.
ഇത്രയും ക്ലിയർ ആയേ? ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ വരച്ചത്. ഇനി ഇക്വേഷൻ 3 നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കി. ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു 180. ഈ ആംഗിൾ എന്നിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 180 മൈനസ് R1 പ്ലസ് R2 കൊടുക്കാം. എന്തോ ഒരു ഇക്വേഷൻ ആംഗിൾ എ പ്ലസ് ആംഗിൾ എന്നിന് പകരം 180 മൈനസ് R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു 180. 180 ക്യാൻസൽ ആയി. ബാക്കി ആംഗിൾ എ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ദി പ്രിസം, വെറും എ എന്ന് പറഞ്ഞാലും ആംഗിൾ ഓഫ് ദി പ്രിസം ആണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ സിമ്പിൾ അങ്ങ് കളയാം. എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ദി പ്രിസം ആണല്ലോ, ആ സിമ്പിൾ അങ്ങ് കളഞ്ഞു. എ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2, ഇക്വേഷൻ നമ്പർ 5. ഇത്രയും വരെ നിങ്ങൾ ക്ലിയർ ആണോ നോക്കണം. ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പിടിക്കണം. ഇക്വേഷൻ നമ്പർ 5 വരെ. ഇനി നിങ്ങൾ ഈ പടം ഒന്ന് ശരിക്കും നോക്കി. ഈ പടത്തിനകത്ത് ഡി എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ടോ? ഡി എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ്. അതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ? ഇതാണ് ഇൻസിഡന്റ് റേ, ഇതാണ് റിഫ്രാക്റ്റഡ് റേ. ആ ഇൻസിഡന്റ് റേക്ക് റിഫ്രാക്റ്റഡ് റേക്ക് ഇടയിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അതായത് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ പറഞ്ഞാൽ ഇൻസിഡന്റ് റേക്കും റിഫ്രാക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിൾ ആണ്. നോക്കി, ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ പല രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ്. അല്ലെങ്കിൽ ഇപ്പൊ I1ഉം R1ഉം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണെങ്കിൽ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി, ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു I1 R1 ഉണ്ട്, I2 R2 ഉണ്ട്. ഡിഫറൻസ് എഴുതാം I1 മൈനസ് R1, നടുക്കുള്ള സിമ്പിൾ പ്ലസ് I2 മൈനസ് R2. ഡിഫറൻസ് ആയല്ലോ, I1 മൈനസ് R1 പ്ലസ് I2 മൈനസ് R2. I1 മൈനസ് R1 നടുക്കുള്ള സിമ്പിൾ പ്ലസ് I2 മൈനസ് R2. എന്നിട്ട് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ആയിട്ടുള്ള ആദ്യം എഴുതിക്കേണ്ടി I1 പ്ലസ് I2, പിന്നെ മൈനസ് ഓഫ് ബാക്കി എന്ത് എഴുതാം R1 പ്ലസ് R2. നിങ്ങൾ വേണമെങ്കിൽ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, മൈനസ് R1 മൈനസ് R2, മൈനസ് R1 മൈനസ് R2. ശരിയല്ലേ? ഈ R1 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പഠിച്ചതാ എ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗത്തിന് എന്ന് കൊടുക്കുമ്പോൾ എന്ത് വരും? ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് എ. ഡി എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അതായത് ഈ ആംഗിളിന്റെ സിമ്പിൾ നമുക്ക് കളയാം. ഈ ആംഗിൾ ഡിയുടെ ആംഗിളിന്റെ സിമ്പിൾ കളയാം. ഡി ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് എ. ഡി ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് എ. നമുക്ക് അതിൽ നിന്ന് I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു ഡി പ്ലസ് എ. ഡി പ്ലസ് എ തന്നെയാണ് തിരിച്ചെഴുതിയാൽ എന്ത് വരുന്നത്? എ പ്ലസ് ഡി. അന്നേരം I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു എ പ്ലസ് സ്മോൾ ഡി. ഇക്വേഷൻ നമ്പർ 6. ഇത്രയും വരെ ഒരു എസ്സേയുടെ നല്ല ഭാഗമാണ്. ആദ്യം വൃത്തിയായിട്ട് പടം വരയ്ക്കണം. NECയിൽ sin I1 ബൈ sin R1, NECയിൽ sin I2 ബൈ sin R2, പിന്നെ ക്വാഡ്രിലാറ്ററൽ എടുക്കുന്നു, നമ്മൾ ട്രയാങ്കിൾ എടുക്കുന്നു, അതിന് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. R1 പ്ലസ് R2. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ഓരോ സ്റ്റെപ്പുകളും. പിന്നെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു. അത് ഇക്വേഷൻ നമ്പർ 6. ഇനി ഒരു ID ഗ്രാഫാണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കേണ്ടതാണ്. ID ഗ്രാഫ് എന്ന് പറഞ്ഞാൽ angle of incidence along the x-axis and angle of deviation along the y-axis. Angle of incidence along the x-axis and angle of deviation along the y-axis. Okay, ഇവിടെ I1 എന്നും ഇവിടെ I2 എന്നും ഇവിടെ I എന്ന് കൊടുക്കുക. ഇവിടെ സ്മോൾ ഡി, ഇവിടെ ക്യാപിറ്റൽ ഡി. ഇനി ഈ ഗ്രാഫ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ആസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കിയേ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയുമല്ലേ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിക്രീസസ് and reaches a minimum value. ഇവിടെ ഒരു മിനിമം and then increases. ഒന്നുകൂടെ പറയാം, as the angle of incidence increases, angle of incidence കൂടുമ്പോൾ angle of deviation decreases and reaches a minimum value and then increases. ആ മിനിമം വാല്യൂവിനെ പറയുന്ന പേരാണ്, ഇങ്ങനെ ഡോട്ട് ഇട്ട് എഴുതിയിട്ടുണ്ട്, ഡി, ക്യാപിറ്റൽ ഡി. ആ മിനിമം വാല്യൂവിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് 3 കണ്ടീഷൻസ് പറയാം. ഒന്ന്, I1 ഈസ് ഈക്വൽ ടു I2 ഈസ് ഈക്വൽ ടു I. അങ്ങനെയാണെങ്കിൽ സിമിലർലി R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു R.
സ്മോൾ ഡിക്ക് വരെ എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ ഡി. 3 കണ്ടീഷൻ ഏതൊക്കെയാ? I1 is equal to I2 is equal to I, R1 is equal to R2 is equal to R, small d is equal to capital D. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 5 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A is equal to R1 plus R2 അല്ലേ? R1 ഉം R2 എന്തിന് തുല്യമാണ്? R ന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? A is equal to R plus R എന്ന് പറഞ്ഞാൽ A is equal to R plus R എന്ന് പറഞ്ഞാൽ 2R. അതിന് R is equal to A by 2. ഇക്വേഷൻ നമ്പർ 7. അതുപോലെ തന്നെ ഇക്വേഷൻ 6 എന്ന് പറയുന്നത് I1 plus I2 is equal to നോക്കി I1 plus I2 is equal to A plus D. I1 ഉം I2 ഉം Iക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് I1ന് പകരം I എന്ന് കൊടുക്കാം, I2ന് പകരം I എന്ന് കൊടുക്കാം, A plus സ്മോൾ ഡിക്ക് വരെ നമ്മുടെ കണ്ടീഷൻ ഉണ്ടല്ലോ, എന്തുവാ? ക്യാപിറ്റൽ ഡി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഡി. I plus I എന്ന് പറഞ്ഞാൽ 2I is equal to A plus D. അതിൽ നിന്ന് I is equal to A plus ക്യാപിറ്റൽ ഡി ആണ്, A plus D by 2. ഇത് ഇക്വേഷൻ നമ്പർ 8. Then according to Snell's law, N is equal to എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതുകയാണ് sin I by sin R. N is equal to sin Iക്ക് പകരം A plus D by 2 by ആറിന് പകരം നമ്മൾ താണ്ടി ഇവിടെ കണ്ടുപിടിച്ചായിരുന്നു, ആറിന് പകരം A by 2 sin A by 2. ഇതാണ് മെയിൻ ഇക്വേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് മസ്റ്റ് ആയിട്ട് ചോദിക്കും. ഈ എസ് ഏറ്റവും കൂടുതൽ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ റിപ്പീറ്റ് ചെയ്ത എസ്സെയാണ്. നിങ്ങൾ 1 or 2 വട്ടം കേട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് പഠിക്കാം. ഗ്രാഫ് ഉൾപ്പെടെ, ഡയഗ്രം ഉൾപ്പെടെ, റേ ഡയഗ്രം ഉൾപ്പെടെ വൃത്തിയായിട്ട് പഠിക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അടുത്തടുത്ത വീഡിയോസ്, സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇടാം. എല്ലാ വീഡിയോസ് ചിലപ്പോൾ ഇടാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആദ്യം കാണുക, കണ്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്നായിട്ട് പഠിക്കുക. ഇതിൽ സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. നെവർ എവർ ഗിവ് അപ്പ്.